ഹലോ നമസ്കാരം. ഇന്ന് ഒരു സ്പെഷ്യൽ കുഞ്ഞിപ്പത്തിലാണ്. സ്പിനാച്ച് വെച്ച് നമുക്ക് എങ്ങനെ കുഞ്ഞിപ്പത്തൽ ഉണ്ടാക്കാൻ നോക്കിയാൽ ഹെൽത്തി ആയിട്ട്. അതിനാദ്യം ഞാൻ സ്പിനാച്ച് കുറച്ച് കഴുകി വൃത്തിയാക്കി ഒന്ന് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ്സ് ബോയിൽ ചെയ്ത് നമുക്കിത് അടിച്ച് പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. അതിന് മുമ്പ് ഞാൻ 1/2 കപ്പ് തേങ്ങയിലേക്ക് 1 ടീസ്പൂണ് പെരിഞ്ജീരകവും ഒരു 4-5 ചെറിയ ഓണിയനും കൂടെ ഇട്ട് അല്ലെങ്കിൽ സവാളയും കൂടെ ഇട്ട് അടിച്ച് വെള്ളം ചേർക്കാതെ എടുക്കണം. ഇത് 1 കപ്പ് റൈസ് പൗഡറാണ്. അതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച കോക്കനട്ടിൻ്റെ മിക്സും ഈ സ്പിനാച്ചും കൂടെ ഇട്ട് കുറച്ച് തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കണം. എന്നിട്ട് ഇതിനി നമ്മൾ ചെറിയ സ്മോളായിട്ട് ചെറിയ റൗണ്ട് ഷേപ്പിലാക്കിയതിന് ശേഷം ആ സെൻറ്ററിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കുഞ്ഞിപ്പത്തലിൻ്റെ ഒരു ഷേപ്പ് കിട്ടും. ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് നമുക്കിങ്ങനെ ഓരോന്നായിട്ട് എടുത്തിട്ട് ആവി കയറ്റി എടുക്കണം. ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് നമുക്കിതിനെ ആവി കയറ്റി എടുത്താൽ നമ്മുടെ സ്പിനാച്ച് കുഞ്ഞിപ്പത്തൽ റെഡിയാവും. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് അടുത്ത് ഞാൻ ഒരു ചിക്കൻ കറിക്ക് വേണ്ടിയുള്ള ഇതാണ് 3 ചില്ലി, 1 കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ 3 കഷ്ണം ഗാർലിക്കും കൂടെ മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് 2 സവാള എടുത്ത് അരിഞ്ഞ് മാറ്റി വെച്ച് പാൻ ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഇത് ഒഴിച്ച് സവാള ഇട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഇതൊരു നന്നായിട്ട് ഒരു ബ്രൗൺ ഷെയർ ആവണ്ട, ജസ്റ്റ് ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ പേസ്റ്റ് ആക്കി വെച്ച ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് ഇതിലേക്ക് ഫ്രഷായത് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ മണം മാറണം. അപ്പോൾ ഇത് ഇങ്ങനെ നന്നായിട്ട് ഇപ്പം നല്ല മണമൊക്കെ മാറി ഏകദേശം നല്ല ഒരു പരുവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനൊരു ചെറിയ മീഡിയം ടൊമാറ്റോയും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇത് വെന്ത് വരണം. തക്കാളിയും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ചേർക്കാം. 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും, ഞാൻ 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, ഒരു 1/4 ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടെ ഇട്ട് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്ന ഇളക്കി കൊടുത്തിട്ട് 5 മിനിറ്റ് ഇളക്കി കൊടുത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്യണം. എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്, ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വിത്ത് ബോണും എടുക്കുക, അതാണ് ടേസ്റ്റ് കൂടുതൽ. സ്മോൾ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് കറി ലീവ്സും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഇളക്കുക. വെള്ളം ഒഴിക്കുന്നില്ല, ഞാനിതിൽ ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല. ഒരു 1 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ഇവിടെ ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വേവിക്കാം. ഇടയ്ക്കൊന്ന് എടുത്ത് ഇളക്കി കൊടുക്കണം. ഇപ്പം ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മസാല ഉണ്ടാക്കണം. 1/4 കപ്പ് തേങ്ങയിലേക്ക് 1/2 ടീസ്പൂണ് പെരിഞ്ജീരകവും 2-3 കൊച്ചുള്ളിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് പേസ്റ്റാക്കി എടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച്. ഇപ്പോൾ ചിക്കനിൽ നിന്നെല്ലാം വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിനി അടിച്ചു വെച്ചിരിക്കുന്ന ഈ പേസ്റ്റില്ലേ അത് ഇതിലേക്ക് ഒഴിച്ച് മിക്സി ചെറുതായിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കറക്കി ഇതിലേക്ക് എടുത്ത് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. ഇത് ഒന്ന് തിള വന്നതിന് ശേഷം നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന കുഞ്ഞിപ്പത്തലും കൂടെ ഇട്ട് ഇളക്കി എടുത്താൽ നമ്മുടെ സ്പിനാച്ച് കുഞ്ഞിപ്പത്തൽ ഇവിടെ റെഡിയാവും. ഹെൽത്തിയാണ്. ഇതൊന്ന് നമുക്ക് കടുവറുത്തെടുക്കാം. കുറച്ച് നെയ്യിൽ ഞാൻ കരിവേപ്പിലയും കൊച്ചുള്ളിയും കൂടെ ഇട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.